വെൽക്കം ആൻഡ് എസ് എം മെൻറ്റേഴ്സ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഡെയിലി വേജ് എംപ്ലോയീസുടെ അക്കൗണ്ടുകൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കറക്റ്റ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ തെറ്റാണ്, ഡെയിലി വേജസ് എംപ്ലോയീസിൻ്റെ അക്കൗണ്ടുകൾ തെറ്റായിട്ട് വരും. മുമ്പേ നമ്മുടെ സ്റ്റാഫിൻ്റെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ETSB ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഓപ്ഷൻ സ്പാർക്കിലില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബിംസിലാണ്. എന്നാൽ ഡെയിലി വേജസിൻ്റെ അക്കൗണ്ട് എൻ്റർ ചെയ്യുന്നത് ഇപ്പോഴും സ്പാർക്കിൽ തന്നെയാണ്. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഈവൻ നമ്മുടെ ബില്ല് പെയ്ഡ് ആണെങ്കിൽ പോലും തെറ്റായിട്ടുള്ള അക്കൗണ്ടാണ് നൽകിയിട്ടുള്ളതെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ പെയ്ഡ് കാണിക്കും, പക്ഷേ ആളുടെ അക്കൗണ്ടിൽ പണത്തില്ല. ആ രൂപത്തിൽ 3 മാസമായിട്ട് പണം കിട്ടാത്തൊരാൾ എന്നെ സമീപിച്ചപ്പോഴാണ് ഞാൻ ഈ പ്രോബ്ലം കണ്ടെത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ എടുക്കാൻ കാരണമാവുകയും ചെയ്തത്. ആ വീഡിയോ നിങ്ങളുടെ അറിവിന് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യുകയാണ്. നടക്കേണ്ട ഒരു വിഷയം, നമ്മൾ തെറ്റായിട്ട് അക്കൗണ്ട് രേഖപ്പെടുത്തുകയും ആ നമ്പറിൽ വേറൊരാൾക്ക് അക്കൗണ്ട് ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. പക്ഷേ നമ്മൾ കൊടുത്ത അക്കൗണ്ട് നമ്പർ ആ നമ്പറിലൊരു അക്കൗണ്ട് ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഏതെങ്കിലും കാരണവശാൽ ഇനാക്റ്റീവ് ആവുകയോ ചെയ്താൽ, ഇവിടെ എന്നോട് പറഞ്ഞ കേസ് ഇനാക്റ്റീവാണ്, അക്കൗണ്ട് നമ്പറിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇനാക്റ്റീവ് ആവുക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിൽ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് പേയ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വരും. ബില്ല് രണ്ടാമത് എടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി പാസ്സായി പോയതാണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി അക്കൗണ്ട് തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ വീണ്ടും പേയ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാം. വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ ഓൾറെഡി കൊടുത്ത തെറ്റായ അക്കൗണ്ട് വേറൊരാളുടെ അക്കൗണ്ട് നമ്പർ ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളുമായിട്ട് പേഴ്സണലായിട്ട് പോയിട്ട് റിക്വസ്റ്റ് ചെയ്ത് പൈസ തിരിച്ചു വാങ്ങാനേ നടക്കും, അല്ലാതെ ഒന്നും നടക്കില്ല. അക്കൗണ്ട് നമ്പറുകൾ എപ്പോഴും തെറ്റാതെ കൊടുക്കണം. നമ്മൾ കൊടുത്ത ഒരു സീറോയുടെ മിസ്സിംഗ് ആയി, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത അക്കൗണ്ടിൽ അങ്ങനത്തെ ഒരു അക്കൗണ്ട് നമ്പർ ഇല്ല, ആ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്കിവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്. അപ്പോൾ നമ്മൾ സ്പാർക്കിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട്സ് എന്ന് പറയുന്ന മെനുവിൽ നിന്ന് ടെമ്പററി എംപ്ലോയീസിൽ എഡിറ്റ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന സ്ക്രീനാണ് ഇപ്പോൾ നിങ്ങൾ മുന്നിൽ കാണുന്നത്. അതിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ഓഫീസും തിരഞ്ഞെടുത്താൽ ഗോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ എംപ്ലോയീസും ലിസ്റ്റ് ചെയ്യും. തിരുത്തേണ്ട ആളുടെ പേരിന് നേരെ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ഇൻ സ്പാർക്ക് ഡീറ്റെയിൽസും കാണാം, ചേഞ്ചസ് റിക്വയർഡ് ബൈ ദ എംപ്ലോയിയും കാണാം. ഒരാൾ ബാങ്ക് അക്കൗണ്ട് മാറ്റാൻ പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാം. അതുപോലെ പേരിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. ഇവിടുന്ന് പുതിയ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, അതിൻ്റെ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക, അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഇനാക്റ്റീവായ അക്കൗണ്ടാണ്. തെറ്റായിട്ടുള്ള അക്കൗണ്ടാണ് ഇവിടുന്ന് ആദ്യം കറക്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ബട്ടൺ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ആ ബില്ല് നമ്മൾ കാണും. അപ്പോൾ അതിന് അക്കൗണ്ട്സിൽ പിന്നെ ഈ വ്യൂ പ്രിപ്പയർഡ് കണ്ടിജൻറ്റ് ബിൽ എന്നാണ് ഓപ്ഷൻ എടുക്കുക. എടുത്താൽ ഇതുപോലത്തെ ഒരു സ്ക്രീൻ വരും. അതിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ സ്കൂള്, അതേപോലെ തന്നെ DDO കോഡ്, പിന്നെ മന്ത് തിരഞ്ഞെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ 3 മാസം മുമ്പുള്ള ബില്ലാണെന്ന്. അപ്പോൾ മാർച്ച് മാസത്തെ ബില്ലാണ്, അപ്പോൾ അത് തിരഞ്ഞെടുത്തു. അതിനുശേഷം ബിൽ ടൈപ്പ് തിരഞ്ഞെടുക്കുക. അതൊക്കെ നമ്മളെല്ലാവരും പരിശോധിക്കുന്ന കാര്യങ്ങളാണ്. ബിൽ ടൈപ്പിൽ പേ ആൻഡ് അലവൻസസ് ഓഫ് ടെമ്പററി എംപ്ലോയീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, എടുക്കുക. ഇവിടെ താഴത്ത് അതിലുള്ള ബില്ലുകൾ, ആ കാറ്റഗറിയിലുള്ള ബില്ലുകൾ ആ മാസത്തിൽ സബ്മിറ്റ് ചെയ്തത് ലിസ്റ്റ് ചെയ്യും. നമുക്ക് നോക്കാം, നെറ്റ് സ്ലോ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ബില്ലിൽ സെലക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ വരും. അതിനകത്ത് എമൗണ്ട് പെയ്ഡും ആളുടെ പേരും അക്കൗണ്ട് നമ്പറും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്തിട്ട് താഴത്തേക്ക് വന്നാൽ ആളുടെ പേരും ID നമ്പറും ഒക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെ പ്രിൻറ്റ് ബില്ല് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ബില്ല് പ്രിൻറ്റ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും ബില്ല് പിന്നെ എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അക്കൗണ്ട് കറക്ഷൻ ഒന്നുമല്ല, അപ്പോഴും ചെയ്യേണ്ട ഇതേ ഓപ്ഷനാണ്. പ്രിൻ്റ് ബില്ല് കൊടുത്തിട്ട് നമുക്ക് ആ ബില്ലോട് ഓപ്പൺ ചെയ്ത് PDF ആയിട്ട് നമുക്ക് കിട്ടും. നീല കളറിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആയി വരും. അതിനകത്ത് നമുക്കൊക്കെ ചെക്ക് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബിൽ നമ്പറാണ്. ഇവിടെ മുകളിലെ ബിൽ നമ്പറിൻ്റെ കോഡുണ്ട്, അത് ഞാൻ ആവശ്യം വരുന്ന സമയത്ത് ഒന്നും കൂടി കാണിക്കാം. ഓക്കെ, ബില്ല് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഈ ബില്ല് ആദ്യം എടുത്ത് വെക്കണം. ഇനി പിന്നെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന മെനുവിൽ വരിക, എന്നിട്ട് അതിന് താഴെ ബാങ്ക് അക്കൗണ്ട് കറക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് കറക്ഷൻ. ഓക്കെ, ഓപ്ഷൻ എടുത്തു.
വരുന്നതിനിടക്കൊന്ന് ബിംസിൽ സ്ക്രീൻ നോക്കിയാൽ ഓക്കെ. ഇതിൽ കണ്ടിൻജൻറ്റ് ബില്ല് സെലക്ട് ചെയ്യുക. ഇപ്പോൾ പേ ബില്ല് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ TSB ആയി. അവിടുന്ന് ഓഫീസ് തിരഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബിൽ നമ്പറാണ്. ആ ബിൽ നമ്പർ ഇവിടുന്ന് കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ നേരത്തെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബില്ലിൽ പോവുക. ആ കാണുന്ന പോർഷൻ ബിൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ, 14 പിന്നെ സ്കൂൾ DDO കൂടെ വെച്ചിട്ടുള്ള P800 ശേഷം വരുന്ന നമ്പർ, ആ നമ്പർ അവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതിയെടുത്തിട്ട് കൊടുത്താലും മതി. ഇനി വേണ്ടത് പെൻ നമ്പറാണ്. പെൻ അല്ലെങ്കിൽ 10 നമ്പറാണ്. ഇവിടെ ടെമ്പററി എംപ്ലോയി നമ്പർ എന്നൊരു നമ്പർ ഉണ്ട്. അതും നമുക്ക് ആ ലിസ്റ്റിൽ നോക്കിയാലും കാണാം, ബില്ലിലും ഉണ്ട്. എംപ്ലോയി ID എന്നുള്ള രണ്ടാമത്തെ കോളത്തിലുണ്ട്. അവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, ഗോ കൊടുക്കുക. ഗോ കൊടുത്താൽ ഇത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനു മുമ്പ് പറയാനുള്ളൊരു കാര്യം, അക്കൗണ്ട് നമ്പർ കറക്റ്റ് കൺഫേം ചെയ്യുന്ന ഒരു പ്രാവശ്യം മാത്രമേ ഈ അവസരം നമുക്ക് കിട്ടുള്ളൂ, പിന്നെ കിട്ടില്ല. അവിടെ നോക്കുക, പിന്നെ അക്കൗണ്ട് നമ്പർ കറക്റ്റ് അല്ലേ, ആസ് ഇൻ പ്രസൻറ്റ് സാലറി ഡീറ്റെയിൽസ്, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡീറ്റെയിൽസും ട്രഷറിയിലുള്ള ഡീറ്റെയിൽസും രണ്ടും കാണിക്കും. എൻ്റെ കേസിൽ രണ്ടും സെയിം ആണ്, കാരണം ഇനാക്റ്റീവായി പോയ അക്കൗണ്ടാണ്. തെറ്റായിട്ടുള്ളതാണെങ്കിൽ ഇത് രണ്ടായിരിക്കും. അപ്പോൾ ആദ്യം കൺഫേം ചെയ്യുക. അതിന് ശേഷം സെൻഡ് ടു ട്രഷറി എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ കുറച്ച് നേരത്തൊരു പ്രോസസ്സ് ഉണ്ടാവും. അത് ട്രഷറിയിലേക്ക് ആ ഡാറ്റ സെൻഡ് ചെയ്യുകയാണ്. അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് സക്സസ്ഫുള്ളി സേവ്ഡ് എന്നിട്ടൊരു മെസ്സേജ് വരും. അത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന പ്രോസസ്സ്. നമുക്ക് നോക്കാം, മെസ്സേജ് വെയിറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും മെസ്സേജാണ് വരുന്നതെങ്കിൽ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആലോചിക്കുക, ഇതിൽ വേണ്ടത് ബിൽ നമ്പർ വേണം, അതേപോലെ തന്നെ ടെമ്പററി എംപ്ലോയീൻ്റെ ID വേണം. ഓക്കെ, സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ഇൻ ട്രഷറി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്.